വെൽക്കം ടു ബ്ലെസ്സിങ് ടുഡേ. ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ബ്ലെസ്സിങ് ടുഡേ എപ്പിസോഡിൻ്റെ സ്പോൺസേഴ്സിന് വേണ്ടി നമ്മൾ ആദ്യമേ തന്നെ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനുശേഷം ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസിൽ നിന്നുള്ള സന്ദേശത്തിൻ്റെ ഒരു ഭാഗം നിങ്ങൾക്ക് കേൾക്കാൻ കഴിയും. ആദ്യത്തെ ആള് പുക്കാട്ടുപടിയിൽ നിന്ന് മിനി രാജൻ. അവർക്കൊരു പുതിയ വീട് ലഭിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ തന്നെ അവരുടെ ബിസിനസ്സിലും കുടുംബജീവിതത്തിലും അനുഗ്രഹങ്ങൾ ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. രണ്ടാമതായിട്ട് പെരുമ്പാവൂരിൽ നിന്ന് എയ്ഡൻ ജിയോ, 2.5 വയസ്സാണ്. പൂർണ്ണമായിട്ടുള്ളൊരു സൗഖ്യം ആ കുഞ്ഞിന് ലഭിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അവന് നോർമലായിട്ട് അവൻ്റെ എല്ലാ കാര്യങ്ങളും ശരിയാകാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം. മറ്റൊന്ന്, എറണാകുളത്ത് നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സഹോദരിയാണ്. പുറം വേദനയും അതുപോലെ തന്നെ രോഗസൗഖ്യം ലഭിക്കാൻ, നല്ലൊരു ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. എലന്തൂരിൽ നിന്ന് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത മറ്റൊരു സഹോദരിയാണ് 4ാമത്തെ നമ്മുടെ സ്പോൺസർ എന്നുള്ളത്. അവരുടെ വീടിന്റെ പണി പൂർത്തിയാകാൻ, മകന് ഒരു പ്രൊമോഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കണം. അടുത്തതായിട്ട് 5ാമതായിട്ട് മഞ്ഞുമലിൽ നിന്ന് ഫ്രാൻസിസ് ടിയെ, അവരുടെ പ്രോപ്പർട്ടിയുടെ സെയിൽ നടക്കാൻ, ഇപ്പോൾ തന്നെ കുടുംബത്തിനകത്തുള്ള എല്ലാവർക്കും ആത്മീകമായ വളർച്ച ഉണ്ടാകാൻ വേണ്ടിയിട്ട്. ഒടുവിലായിട്ട് മൈസൂരിൽ നിന്ന് ലിയ റേച്ചൽ തോമസ്, അവർക്ക് വെളിരാജ്യത്ത് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്, അവരുടെ സഹോദരിക്ക് UK ഒരു ഗവൺമെന്റ് ജോലി ലഭിക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ 6 പേർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. നമുക്ക് ഈ സമയത്ത് എല്ലാവർക്കും ചേർന്ന് ഈ 6 സ്പോൺസേഴ്സിനും ദൈവത്തിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. നല്ല കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ കർത്താവിൻ്റെ സന്ദേശങ്ങൾ ലോകം എമ്പാടും എത്തിക്കുന്ന ഈ ശുശ്രൂഷയിൽ പങ്കുകാരാകാൻ ഒരു താല്പര്യം തോന്നിയല്ലോ കർത്താവെ. ദേ ആർ പാർട്ട്ണറിങ് വിത്ത് യു. അതുകൊണ്ട് തന്നെ കർത്താവെ, അവർ ആവശ്യപ്പെട്ടിട്ടുള്ള ഓരോ കാര്യങ്ങളിലും കർത്താവെ നീ പ്രവർത്തിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശു കർത്താവിൻ്റെ നാമത്തിൽ ഈ 6 പേരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾ, അവരുടെ ഹൃദയത്തിലെ വേദനകൾ, ജീവിതത്തിലെ നൊമ്പരങ്ങൾ സകലവും യേശു കർത്താവിൻ്റെ കൈകളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവ്, ദശലക്ഷങ്ങൾ ലോകമെമ്പാടും ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് കർത്താവ്, നിൻ്റെ മുഖത്തു നിന്നും കർത്താവ് നിൻ്റെ കയ്യിൽ നിന്നും ആ ഉത്തരങ്ങൾ പുറപ്പെട്ടതിനായി നന്ദി പറയുന്നു. അവരോരോരുത്തരും അനുഗ്രഹിച്ചതിനായി നന്ദി. ഇന്നത്തെ പ്രാർത്ഥന വിഷയങ്ങൾ നാളത്തെ പ്രൈസ് റിപ്പോർട്ടുകളായി മാറട്ടെ. താങ്ക് യു ജീസസ്. അവരനുഗ്രഹിച്ചതിനാൽ നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. താങ്ക് യു സ്പോൺസേഴ്സ് ഫോർ സ്പോൺസറിങ് ടുഡേയ്സ് എപ്പിസോഡ്. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു The History Makers Regional Teens and Youth Conference. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. ക്ഷമ സിസ്റ്ററെ, ഈ കുടുംബം അമ്പലപ്പുഴയിൽ നിന്നാണ് വരുന്നത്. ഈ സഹോദരന് മിലിറ്ററിയിലാണ് ജോലി ചെയ്യുന്നത്, പട്ടാളത്തിലാണ്, പഞ്ചാബിലാണ്. ഇവർ വിവാഹം കഴിഞ്ഞിട്ട് 5 വർഷമായി. 5 വർഷമായിട്ട് ഇവർക്ക് കുഞ്ഞുങ്ങളില്ലാത്തൊരു ഭാരമായിരുന്നു. ഈ സഹോദരൻ പറയുന്നത്, അവിടെയുള്ള മിലിറ്ററി ഹോസ്പിറ്റലിൽ ഞങ്ങൾ ട്രീറ്റ് ചെയ്തു, പക്ഷേ എന്ത് രോഗമാണെന്നോ എന്താണെന്നോ ഒരു ഡോക്ടേഴ്സും ഞങ്ങൾക്ക് ഡയഗ്നോസ് ചെയ്ത് പറഞ്ഞു തന്നില്ല. 2 പേരിലും കുറ്റമുണ്ടെന്ന് കുറവുണ്ടെന്നൊക്കെ അല്ലാതെ, എന്നാൽ പ്രത്യേകിച്ച് എന്നതാണെന്നൊന്നും അവരൊന്നും പറയണമില്ല. വളരെ വിഷമിച്ചിരിക്കുമ്പോഴായിരുന്നു ഈ സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ഞങ്ങളുടെ മിലിറ്ററി ജീവിതം വളരെ അച്ചടക്കമുള്ളൊരു ജീവിതമായിരുന്നു. അതുകൊണ്ട് അതിരാവിലെ ഞങ്ങൾക്ക് എഴുന്നേറ്റ് വീട്ടിലെ ജോലികളെല്ലാം ചെയ്തു തീർത്തതിന് ശേഷം യാദൃശ്ചികമായിട്ട് ഒരു ദിവസം ഭാര്യ രാവിലെയുള്ള TV പ്രോഗ്രാം കാണാനിടയായി. അന്ന്
അന്ന് ആദ്യത്തെ ദിവസം ഈ മകൾ TV പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഡാമിയൻ ബ്രദർ ദൈവദാസൻ ഇങ്ങനെ പ്രാർത്ഥിച്ചു, കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് കേട്ടു. ഈ മകൾ പറയുന്നത് ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനത്തെ ഒരു പ്രാർത്ഥന കേൾക്കുന്നതും. ദിവസേന പിന്നെ ഈ പ്രയർ വെക്കാൻ തുടങ്ങി. മിക്ക ദിവസങ്ങളിലും ഈ പ്രാർത്ഥന ഡാമിയൻ ബ്രദർ പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു എന്ന് പറയും. ഒരു ദിവസം ഈ സഹോദരൻ കൂടെ ഉള്ളപ്പോഴായിരുന്നു രണ്ടുപേരും കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്ന് ഇവർ കൈ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം ഈ മകൾക്ക് ഓവുലേഷനിൽ ചെറിയൊരു വിഷയം ഉണ്ടായിരുന്നു. സ്കാൻ ചെയ്യാനായിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന ദിവസമായിരുന്നു. സ്കാൻ ചെയ്തു. ഡോക്ടർ പറഞ്ഞ യാതൊരു സാധ്യതയും ഞാൻ കാണുന്നില്ല. അതിനുശേഷം ഈ സാധാരണ ഗർഭവതിയാകുന്ന സ്ത്രീകൾക്കുണ്ടാകുന്ന പീരിയഡ്സ് നിന്നതുകൊണ്ട് ഈ മകൾ ഒരു സംശയം ഉണ്ടായി. എൻ്റെ പ്രാർത്ഥന കർത്താവ് കേട്ടോ. ഒരു ദിവസം ഇവിടുന്ന് ഒരു ബ്രദർ വിളിച്ച് പറഞ്ഞു, ശമൂവേലിൻ്റെ പുസ്തകം വായിക്കണം. ഹന്നാക്ക് കുഞ്ഞിനെ കൊടുത്തതുപോലെ കർത്താവ് മകൾക്കൊരു കുഞ്ഞിനെ തരുന്നുണ്ട് എന്ന് പറഞ്ഞു. ആ ഭാഗം കൂടെ വായിക്കാൻ തുടങ്ങി. അന്ന് മുതൽ ഈ മകൾ പറഞ്ഞു, അവൾ കരഞ്ഞതുപോലെ എൻ്റെ അകത്ത് നിന്ന് എന്തെന്നില്ലാത്തൊരു തേങ്ങൽ വന്നു. പക്ഷേ എൻ്റെ പ്രഗ്നൻസി പീരീഡ് ആകുമ്പോഴേക്കും ഞാൻ പിന്നെ ഡോക്ടറെ അടുത്ത് പോയില്ല. 2 മാസം കഴിഞ്ഞിട്ട് ഇവർ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്ക് ചെയ്തപ്പോൾ ആണ് അത്ഭുതമെന്ന് അറിയുന്നത്. അതിനിടയിൽ ഇവർ ചെയ്തൊരു പ്രവൃത്തി എന്ന് വെച്ചാൽ ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാം ഇവർ സ്പോൺസർ ചെയ്തു. അത്ഭുതം എന്ന് പറയട്ടെ, യേശു കർത്താവ് ഉദരത്തെ തൊട്ടു, ഒരു മനോഹരമായിട്ടുള്ള ഒരു സുന്ദരിയായ ഒരു കുഞ്ഞിനെ കൊടുത്തു. ഇപ്പോൾ 3 മാസം കഴിഞ്ഞു. എത്ര നാളായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നത്? 5 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലായിരുന്നു. ലോകമെമ്പാടും ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി പേരുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ, ഇതുപോലെ ഉറച്ചു വിശ്വസിച്ചാൽ കുഞ്ഞുങ്ങളില്ലാത്തവർ ദമ്പതികൾ നിങ്ങളുടെ വീട്ടിൽ ഒരുപക്ഷെ നിങ്ങൾക്ക് പരിചയത്തിലുണ്ടെങ്കിൽ ദയവായി അവർക്ക് ബ്ലെസ്സിംഗ് ടുഡേ TV പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. ഈ TV പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ അവരെ പ്രോത്സാഹിപ്പിക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പ് നൽകാം, ഇന്നല്ലെങ്കിൽ നാളെ കർത്താവിൻ്റെ അത്ഭുതം അവർ കണ്ടിരിക്കും. ഹല്ലേലൂയ. കൈകൾ നീട്ടി ഇവരെ ഒന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാമോ? കർത്താവെ, ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം കർത്താവ് ഇവരുടെ മേൽ ചൊരിഞ്ഞതിനായി നന്ദി. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവെ ഞങ്ങൾ ഇവരെ അനുഗ്രഹിക്കുന്നു. ഈ കുഞ്ഞിനെ ഞങ്ങളിപ്പോൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ നാമത്തിലുള്ള നന്മകളാൽ നിറയ്ക്കണമേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇനി ഇന്നത്തെ സന്ദേശത്തിലേക്കാണ് നാം പോകാനായി പോകുന്നത്. ഹാൻഡ്ലിംഗ് യുവർ ഹസ്ബൻഡ്. നിങ്ങളുടെ ഭർത്താവിനെ നിങ്ങൾ കൈകാര്യം ചെയ്യേണ്ട വിധം എങ്ങനെയാണ്? 5 കാര്യങ്ങളാണ് ബ്രദർ ഡാമിയൻ പഠിപ്പിച്ചത്. പക്ഷെ എനിക്ക് തോന്നുന്നു 5 കാര്യം എന്നത് ടെലികാസ്റ്റ് ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ ചില കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെയാണ്. എങ്ങനെയാണ് നമ്മുടെ ഭർത്താവിനെ സംതൃപ്തിപ്പെടുത്തേണ്ടത്, എങ്ങനെയാണ് അദ്ദേഹത്തെ നാം ബഹുമാനിക്കേണ്ടത്, എങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിന് വേണ്ടത് നാം ഒരുക്കി കൊടുക്കേണ്ടത് തുടങ്ങിയുള്ള പ്രായോഗിക നിർദ്ദേശങ്ങൾ. അതുകൊണ്ട് ഇന്നത്തെ സന്ദേശം കേൾക്കുമ്പോൾ അത് ജീവിതത്തിൽ പകർത്തും എന്ന് തീരുമാനത്തോടെ കേൾക്കുക, അനുഗ്രഹത്തെ പ്രാപിക്കുക. Now I am talking to all the wives. Shout hallelujah. എല്ലാ ഭാര്യമാരും ഹല്ലേലൂയ. ഭാര്യമാർ മാത്രം. I'm going to talk to you. കാരണം ഭാര്യമാരോടാണ് തുടർന്ന് ബ്രദർ Prepare സംസാരിക്കാൻ your പോകുന്നത്. notebook. നിങ്ങളുടെ നോട്ട്ബുക്ക് ഒക്കെ നിങ്ങൾ റെഡിയാക്കുക. Yes. How you can handle your husband? നിങ്ങളുടെ ഭർത്താക്കന്മാരെ നിങ്ങൾക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാം? പഠിക്കണ്ടേ? എങ്ങനെ ഈ പുള്ളിയെ കൊണ്ടു നടക്കണം? Number 1, honor him in all possible ways. ഒന്നാമത്തെ കാര്യം, സാധിക്കുന്ന എല്ലാ രീതിയിലും അദ്ദേഹത്തെ മാനിക്കുക. മാനം കെടുത്തരുത്, മാനം കാണിക്കരുത്, നക്ഷത്രം എണ്ണിക്കരുത്, പകരം മാനിക്കുക. He wants his opinion to be respected in the home. കുടുംബത്തിനകത്ത് അദ്ദേഹം പറയുന്ന അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും മാനിക്കപ്പെടുവാൻ, ബഹുമാനിക്കപ്പെടുവാൻ അവൻ ആഗ്രഹിക്കുന്നു. കാര്യം എന്താ? He is the Maharaja in the house. കാരണം കുടുംബത്തിലെ മഹാരാജാവാണ് അദ്ദേഹം. നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ലേലും He is the Maharaja. നിങ്ങൾക്കറിയില്ലെങ്കിലും അത് തന്നെയാണ് സംഭവം. Hello. So when the Maharaja says something, that is the final word. ആ മഹാരാജാവ് ഒരു കാര്യം പറയുമ്പോൾ അത് അന്തിമ വാക്കായിരിക്കും. All the subjects should be subjected to it. എല്ലാ പ്രജകളും അതിന് കീഴ്പ്പെട്ടിരിക്കണം. The husband wants to feel valued by the wife.
ഒരു ഭർത്താവിന് തന്റെ ഭാര്യ തന്നെ വളരെ മൂല്യമുള്ളവനായിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു. എന്റെ ബ്രദർ ഈ പുള്ളിനെയാ ബ്രദറിന് അറിഞ്ഞുകൂടെ ഈ പുള്ളിയുടെ കാട്ടായം. The Bible does not speak about your husband's quality. All the wives, the Bible says, should honor and respect their husbands. ബൈബിൾ നിങ്ങളുടെ ഭർത്താവിന്റെ ക്വാളിറ്റിയെ കുറിച്ചല്ല പറയുന്നത്. എല്ലാ ഭാര്യമാരും നിങ്ങളുടെ ഭർത്താക്കന്മാരെ മാനിച്ചിരിക്കണം. Obey and be submitted to him. അവരെ അനുസരിക്കുകയും അവർക്ക് കീഴ്പ്പെട്ടിരിക്കുകയും വേണം. I'll tell you a few tips. ചില പൊടിക്കൈകൾ പറഞ്ഞുതരാം. When you talk about your husband to your children, create a spirit of honor in them. നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് കുഞ്ഞുങ്ങളോട് പറയുന്ന സമയത്ത് ഒരു മാനിക്കുന്ന ഒരു അന്തരീക്ഷം. When you talk about your husband to neighbors and others, talk with respect and honor. നിങ്ങളുടെ അയൽവാസികളുമായിട്ട് നിങ്ങളുടെ ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ മാനിക്കുന്ന രീതിയിൽ, ബഹുമാനിക്കുന്ന രീതിയിൽ വേണം സംസാരിക്കാൻ. Hello. Number 2. 2, All wives, write down. Give him domestic support. ഗാർഹികപരമായ വീട്ടിലെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കുക. Take care of the home affairs. വീട്ടിലെ കാര്യങ്ങൾ നിങ്ങൾ നോക്കി നടത്തുക. Take care of your children. ഭാര്യമാർ കുഞ്ഞുങ്ങളുടെ കാര്യങ്ങൾ നോക്കുക. Take care of all the homework. അവരുടെ ഹോംവർക്കുകൾ, Prepare good food നല്ല ഭക്ഷണം തയ്യാറാക്കുക. and put your children to sleep. അവരെ കുഞ്ഞുങ്ങളെ ഉറക്കാൻ കിടത്തുക. Manage your home very well. നിങ്ങളുടെ വീട് നല്ല രീതിയിൽ നോക്കി If നടത്തുക. possible, do all the purchases. സാധിക്കുമെങ്കിൽ എല്ലാ പർച്ചേസുകളും, വാങ്ങുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. Don't purchase the whole shop, only the things you need. കട മുഴുവൻ വാങ്ങിച്ചു കൊണ്ടുവരേണ്ട, ആവശ്യമുള്ളത് മാത്രം. Within brackets. Number 3. 3, Feed him with tasty food. നല്ല രുചിയുള്ള ഭക്ഷണം അദ്ദേഹത്തിന് കൊടുക്കുക. നല്ല ടേസ്റ്റ് ഉള്ള ശാപ്പാടുണ്ടാക്കി കൊടുക്കണം. To get your husband's heart. നിങ്ങളുടെ ഭർത്താവിന്റെ ഹൃദയം നേടിയെടുക്കാൻ നല്ല രുചിയുള്ള ഭക്ഷണം കൊടുക്കുക. Hallelujah. ഹല്ലേലൂയ. Brother, I am not very good in cooking. ബ്രദറെ, എനിക്ക് അങ്ങനെ കുക്ക് ചെയ്യാനൊന്നും അറിയില്ല. Get so many books from the market on cooking. നിങ്ങൾക്ക് പാചകത്തെക്കുറിച്ചുള്ള നിരവധി പുസ്തകങ്ങളൊക്കെ കിട്ടും. You train yourself. നിങ്ങളെ തന്നെ നിങ്ങൾ പരിശീലിപ്പിക്കുക. And you lay your hands on yourself and pray, Lord, bless me, make me a great cook. നിങ്ങളുടെ കരമെടുത്ത് നിങ്ങളുടെ ശിരസിൽ തന്നെ വെച്ചിട്ടൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവേ എന്നെ നല്ലൊരു കുക്കാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുക. In so many houses, the wife is not a cook, she is a cooker. പല വീടിനകത്തും ഭാര്യ ഒരു കുക്കല്ല, കുക്കർ പോലെയാണ്. When you touch, തൊട്ടാ മതി, safety valve blown. സേഫ്റ്റി വാൽവൊക്കെ പൊട്ടിത്തെറിക്കും. That much pressure is inside. അത്രയും സമ്മർദ്ദമാകത്തുണ്ട്. Living pressure cookers. There are 2 pressure cookers in the kitchen. കിച്ചന്റെ അകത്ത് 2 തരത്തിലുള്ള പ്രഷർ കുക്കറുകളുണ്ട്. One is Hawkins and this is a living mobile pressure cooker. ഒരെണ്ണം ഹോക്കിൻസിന്റെ പ്രഷർ കുക്കർ, ഒരെണ്ണം ജീവനുള്ള നടക്കുന്ന പ്രഷർ. Somehow kneel down and pray and learn the art of cooking. എങ്ങനെയെങ്കിലും ഒക്കെ നിങ്ങൾ പാചകകല കൈവശമാക്കുക. And serve hot, delicious, tasty food. നിങ്ങൾ നല്ല രുചിയുള്ള, നാവിൽ വെള്ളം തുളുമ്പുന്ന നല്ല ഭക്ഷണം വിളമ്പി കൊടുക്കുക. ഒരു പെണ്ണിൻ്റെയും പുറകെ പോകില്ലേ മനുഷ്യൻ, നിന്റെ പുറകെ തന്നെ വരും. Number 5. 5, Give him spiritual support. അദ്ദേഹത്തിന് ആത്മീകമായ സപ്പോർട്ട് കൊടുക്കുക. Give him spiritual support. അദ്ദേഹത്തിന് ആത്മീകമായ സപ്പോർട്ട് കൊടുക്കുക. Give him prayer support. പ്രാർത്ഥനയിൽ സപ്പോർട്ട് ചെയ്യുക. If your husband is a leader in a blessing center, if your husband is a minister, you have to give him ministry support also. ഒരു ബ്ലെസ്സിംഗ് സെന്റർ ശുശ്രൂഷകനോ ഒരു ശുശ്രൂഷക്കാരനാണ് നിങ്ങളുടെ ഭർത്താവെങ്കിൽ ശുശ്രൂഷയിലെ സപ്പോർട്ടും ഭാര്യ കൊടുക്കണം. Meaning, when the husband is preaching, അതിന്റെ അർത്ഥം ഹസ്ബൻഡ് പ്രസംഗിക്കുമ്പോൾ the wife should read the Bible at least. ഏറ്റവും കുറഞ്ഞത് ഭാര്യ ബൈബിളിലെ വചനങ്ങൾ വായിച്ചു കൊടുക്കുക. When your husband is ministering, നിങ്ങളുടെ ഭർത്താവ് ശുശ്രൂഷിക്കുമ്പോൾ you, the wife, should be the first one to say amen. ഭാര്യ ആയിരിക്കണം ആദ്യം ആമേൻ പറയേണ്ടത്. You can create an amen corner. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആമേൻ മൂല സൃഷ്ടിക്കാൻ കഴിയും. Give him support. സപ്പോർട്ട് കൊടുക്കുക. I have seen many wives. ഞാൻ പല ഭാര്യമാരെ കണ്ടിട്ടുണ്ട്. ഈ പുള്ളി പ്രസംഗിക്കുന്നുണ്ട്, നാണോ വന്ന മനുഷ്യൻ.
No, sometimes this man may be struggling to preach. ചില സമയത്തേക്ക് ഇദ്ദേഹം ശുശ്രൂഷിക്കാൻ വേണ്ടി പെടാപ്പാട് പെടുകയായിരിക്കും. He spoke one word and he is fumbling for another word. ഒരു വാക്ക് പറഞ്ഞു തീർത്തു, അടുത്ത വാക്ക് കിട്ടാൻ വേണ്ടി ഇങ്ങനെ തപ്പുകയായിരിക്കും. You have to pray and give him support. നിങ്ങൾ പ്രാർത്ഥിച്ച് അദ്ദേഹത്തിന് സപ്പോർട്ട് കൊടുക്കണം. When your husband is preaching, നിങ്ങളുടെ ഹസ്ബൻഡ് പ്രസംഗിക്കുമ്പോൾ, when your husband looks at you, ഹസ്ബൻഡ് നിങ്ങളെ നോക്കുമ്പോൾ, with your face expression, support him. നിങ്ങളുടെ മുഖത്തിലെ ഭാവം കൊണ്ട് അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുക. ദൈവം ഇന്നത്തെയും പ്രസംഗം ചീറ്റിയല്ലോ കർത്താവേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, എത്ര പറഞ്ഞു കൊടുത്തു. No, support him, support him, support him. അങ്ങനെയല്ല, എപ്പോഴും സപ്പോർട്ട് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. Hallelujah. ഹല്ലേലൂയ. Praise the Lord. ഹല്ലേലൂയ. I don't need to say how much Shema supports me. The whole world knows. ഞാൻ വാക്കുകൾ കൊണ്ട് പറയേണ്ട ആവശ്യമില്ല. മുഴുവൻ ലോകത്തിനും അറിയാം എത്രത്തോളം ക്ഷമ ശുശ്രൂഷയിൽ സപ്പോർട്ട് ചെയ്യുന്നു. And she's an encouragement to so many ministers' wives. മാത്രമല്ല, ലോകത്തുള്ള അനേകം ശുശ്രൂഷകന്മാരുടെ ഭാര്യമാർക്ക് ക്ഷമ വളരെ ഒരു പ്രോത്സാഹനമാണ്. But so many people know only Shema preaching here. പല ആൾക്കാർക്കും ഇവിടെ ക്ഷമ പ്രസംഗിക്കുന്നത് അറിയാൻ പാടുള്ളൂ. But on the other days, she is toiling and moiling and working at home in the kitchen for the children to support their studies and so many things. മറ്റുള്ള ദിവസങ്ങളിലെല്ലാം കുടുംബത്തിലെ ആവശ്യങ്ങൾ, കുഞ്ഞുങ്ങളുടെ പഠനം, നമ്മളുടെ ഭക്ഷണകാര്യങ്ങളെല്ലാം ഓടി നടന്ന് ചെയ്യും. I don't get time to go for an open house. ഒരു സ്കൂളിൽ ഓപ്പൺ ഹൗസിന് വേണ്ടി പോകാൻ എനിക്ക് സമയം കിട്ടാറില്ല. I am traveling. കാരണം എല്ലാ ആഴ്ചകളുടെ അവസാനവും ഞാൻ Usually open houses come on a Saturday. കാരണം സാധാരണ രീതിയിൽ ഓപ്പൺ ഹൗസുകൾ സാറ്റർഡേ ആയിരിക്കും. But Shema stays back and never complains and she goes. പക്ഷേ ക്ഷമ ഇവിടെ നിൽക്കുകയും സ്കൂളിൽ പോവുകയും കാര്യങ്ങൾ ചെയ്യുകയും ചെയ്യുന്നു. There is that side also to her ministry. അതും ആ ഒരു ഭാഗവും അവളുടെ ഒരു ശുശ്രൂഷയാണ്. Hallelujah. ഹല്ലേലൂയ. Let me encourage all wives sitting here. ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യമാരെ ഞാൻ പ്രോത്സാഹിപ്പിക്കട്ടെ. Ministry is not only just preaching from the pulpit. ഒരു പുൾപിറ്റിന്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കുന്നത് മാത്രമല്ല ശുശ്രൂഷ. Being a second woman, being a second in the leadership, being a second personality and giving a support to the first man is also a great ministry. ശുശ്രൂഷിക്കുന്ന ആ ആദ്യ വ്യക്തിക്ക് നമ്മൾ കൂടെ നിന്നുകൊണ്ട്, രണ്ടാമത്തെ വ്യക്തിയായി നിന്നുകൊണ്ട് എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കുന്നതും ശുശ്രൂഷയാണ്. Somebody say hallelujah. ഒരു ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. I remember when we started the ministry, we had many different ministers. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങൾ ശുശ്രൂഷകൾ ആരംഭിച്ച സമയത്ത് നിരവധി ശുശ്രൂഷകന്മാർ ഞങ്ങൾക്കുണ്ടായിരുന്നു. I told you even before marriage she was a dynamic preacher. ഞാൻ പറഞ്ഞില്ല, വിവാഹത്തിന് മുൻപ് തന്നെ സിസ്റ്റർ ക്ഷമ വളരെ ശക്തിയേറിയ ഒരു പ്രസംഗികയായിരുന്നു. But when this batch of ministers came, പക്ഷേ ഈ ശുശ്രൂഷകന്മാരുടെ ഒരു കൂട്ടം എൻ്റെ കൂടെ വന്നപ്പോൾ, in order to give them an opportunity, അവർക്ക് ചില ശുശ്രൂഷിക്കാനുള്ള അവസരം കൊടുക്കുവാനായി she kept aside from the pulpit and started ministering from behind. ക്ഷമ പുൾപിറ്റിന്റെ ആ ഭാഗത്ത് നിന്നും മാറുന്നുണ്ട്, മറ്റുള്ള ശുശ്രൂഷകളാണ് ചെയ്തുകൊണ്ടിരുന്നത്. She used to cook everything, sambar and ulartha and aviyal and everything, and feed all these people, not preaching at all. പ്രസംഗമേ ഇല്ല, അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്തുകൊണ്ട് ഇവർക്ക് ഭക്ഷണം തയ്യാറാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരുന്നത്. When this ministry is spreading all over, we should appreciate the sacrifice this woman has taken for that. ഈ ഒരു ശുശ്രൂഷ ലോകമെമ്പാടും ഇന്ന് വ്യാപിച്ചു നിൽക്കുമ്പോൾ അതിന് പുറകിൽ ഈ ദൈവ വനിത സഹിച്ച ത്യാഗമെല്ലാം നമ്മൾ ഓർക്കേണ്ടതാണ്. Hallelujah. ഹല്ലേലൂയ. I'll give you some more small tips for women. സ്ത്രീകൾക്ക് ചില പൊടിക്കൈകൾ കൂടെ ഞാൻ നൽകാൻ പോവുകയാണ്. പറഞ്ഞോട്ടെ. പറയട്ടെ. When your husband comes from work, നിങ്ങളുടെ ഭർത്താവ് ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോൾ small things. ചെറിയ ചെറിയ കാര്യങ്ങളാണ്. You know, the man will be in cloud 9. നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഭർത്താവിന് ചെയ്തു കൊടുക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിലായിരിക്കും. And take off the shoes. ഷൂവൊക്കെ ഒന്ന് ഊരി കൊടുക്കുക, Give him a massage. ഒരു മസാജൊക്കെ കൊടുക്കുക. ഒരു പെണ്ണിൻ്റെ പുറകെ പോവില്ല, നിന്റെ പുറകെ തന്നെ വരും, എവിടെ പോയാലും വരും. Small things that makes a home a happy home. ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബം ഒരു സന്തുഷ്ട കുടുംബമായി മാറുന്നു.
small things can make your home a happy home. ഇതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ അത് നിങ്ങളുടെ കുടുംബത്തെ സന്തുഷ്ട കുടുംബമാക്കി മാറ്റുന്നു. ഭാര്യയുടെ കൈ കയറി പിടിച്ചേ, ഭർത്താവിൻ്റെ കൈ കയറി പിടിച്ചേ, പിടിക്കേ, വേറെ ആരെങ്കിലും പിടിക്കല്ലേ, നോക്കി പിടിക്കേ, എന്നിട്ട് എന്നെ നോക്കിയാ പറഞ്ഞു തരാൻ പോവാ. ഇനി പരസ്പരം നോക്ക്, എന്നെ നോക്കണ്ട. എന്നിട്ട് പറ, നമുക്ക് യുറാനസിലെയും നെപ്റ്റ്യൂണിലെയും പ്ലൂട്ടോയിലെയും ഒന്നും ചെയ്യണ്ട. കൊച്ചു കാര്യങ്ങൾ കൊണ്ട് നമ്മുടെ കുടുംബത്തെ സന്തുഷ്ട കുടുംബമാക്കി മാറ്റാം. കൈയടിച്ച് കർത്താവിന് നന്ദി പറ. ബ്ലെസ്സിംഗ് ടുഡേ യുവജനങ്ങൾക്കായി ഒരുക്കുന്നു ദ ഹിസ്റ്ററി മേക്കേഴ്സ് റീജിയണൽ ടീൻസ് ആൻഡ് യൂത്ത് കോൺഫറൻസ്. ഒക്ടോബർ 10 എറണാകുളം കൊച്ചിൻ ബ്ലെസ്സിംഗ് സെന്റർ, നവംബർ 10 കോഴിക്കോട്. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 4 മണി വരെ. വർഷിപ്പ് സെഷൻസ്, ബൈബിൾ ക്ലാസസ്, ലീഡർഷിപ്പ് ട്രെയിനിങ്സ്, ഗെയിംസ് ആൻഡ് മോർ. For registration and more details 0484 422 171. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ പോണ്ടിച്ചേരി ഒക്ടോബർ 2 വെള്ളി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സാവിയോ ഹാൾ, ഹോളി സ്പിരിറ്റ് ചർച്ചിന് സമീപം, ടാഗോർ നഗർ, ലോസ്പെറ്റ്, പുതുച്ചേരി 605008. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ബാംഗ്ലൂർ ഒക്ടോബർ 3 ശനി. സമയം രാവിലെ 10 മുതൽ 1 മണി വരെ. സെന്റ് പാട്രിക് കമ്മ്യൂണിറ്റി ഹാൾ, 15K ബ്രിഗേഡ് റോഡ്, ബാംഗ്ലൂർ 560025. നമുക്ക് ഈ സമയത്ത് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. ഓരോ എപ്പിസോഡിൻ്റെയും അവസാനം ലോകം എമ്പാടുമുള്ളവർ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഇന്ന് വരെ കണക്ക് കൂട്ടാൻ കഴിയാത്ത അത്രയും കാര്യങ്ങളാണ് കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. വി കനോട്ട് ഈവൻ ഇമാജിൻ ദ വേ ദ ഹാൻഡ്സ് ഓഫ് ദ ലോർഡ് ആർ മൂവിങ്. ഞാൻ വിശ്വസിക്കുന്നത് ടുഡേ ഈസ് യുവർ ടേൺ. കർത്താവ് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. ഒരുപക്ഷെ നാളുകളായി, വർഷങ്ങളായി കൊണ്ടു നടക്കുന്ന ഭാരങ്ങൾ, പ്രയാസങ്ങൾ, വിഷയങ്ങൾ, രോഗങ്ങൾ, അതിനെല്ലാം യേശു കർത്താവ് മനസ്സലിവുള്ളവൻ ആകുന്നത് കൊണ്ട് തീർച്ചയായും കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങൾ കൈകോർക്കുമ്പോൾ നിങ്ങളുടെ വീടുകളിൽ ഭാര്യ ഭർത്താക്കന്മാർ ഒരുമിച്ചുണ്ടെങ്കിൽ ഇതുപോലെ കൈകോർത്ത് പിടിക്കുക. കുടുംബാംഗങ്ങളെല്ലാവരും ഇതുപോലെ കൈകോർത്ത് പിടിക്കുക. കാരണം ഭൂമിയിൽ ഐക്യമത്യത്തോടുകൂടി പ്രാർത്ഥിച്ചാൽ കർത്താവ് ചെയ്യാം. 2 പേരെങ്കിലും ഐക്യമത്യപ്പെട്ടാൽ. കർത്താവ് ഞങ്ങൾ ഒരുമിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യമാകട്ടെ, കിടപ്പ് രോഗികൾ വിടുതൽ പ്രാപിക്കട്ടെ. വീൽ ചെയറിൻ്റെ സഹായത്തോടെ മാത്രം മൊബിലിറ്റിയുള്ള ചില വ്യക്തികൾ, കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ഇന്നൊരു വിടുതൽ അവർക്ക് ഉണ്ടാകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ്. അപ്പോൾ തന്നെ വീട്ടിൽ തന്നെ കഴിയുന്ന ചിലരാണ്, പക്ഷേ യൂറിൻ പോകാനൊക്കെ ട്യൂബ് ഇട്ടിട്ടുണ്ട്. അതുപോലെ വല്ലാത്തൊരു പ്രയാസത്തിൽ വീട്ടിൽ തന്നെ ആയിരിക്കുന്ന ചില വ്യക്തികൾ, യേശുവിൻ്റെ നാമത്തിൽ ലെറ്റ് ദം കം ബാക്ക് ടു ഹെൽത്ത് ഇൻ ദ നെയിം ഓഫ് ജീസസ്. ദൈവിക വിടുതൽ അവരുടെ മേൽ കൽപ്പിക്കുന്നു. അപ്പോൾ തന്നെ പുകവലിയിൽ നിന്നും മദ്യപാനത്തിൽ നിന്നൊക്കെ പുറത്തു വരാൻ ആഗ്രഹമുണ്ട്, പക്ഷെ സാധിക്കുന്നില്ല. Right now, Father, we break that addiction in the name of Jesus. കർത്താവരെ പുറത്തു കൊണ്ടുവരുന്നതിനാൽ നന്ദി പറയുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവരെ കർത്താവ് തൊട്ട് അനുഗ്രഹിച്ച് ദാമ്പത്യ ജീവിതത്തെ ബ്ലെസ് ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. മസിലുകൾ വീക്കാകുന്ന ഒരു രോഗം കർത്താവ് ഈ സമയത്ത് സൗഖ്യമാക്കുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. അതുപോലെ മൾട്ടിപ്പിൾ മൈലോമ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ അത് സൗഖ്യമാകട്ടെ. താങ്ക് യു ലോർഡ്. മാരക രോഗങ്ങൾ മാറിപ്പോകട്ടെ. ക്യാൻസർ സൗഖ്യമാകട്ടെ. അതുപോലെ ഹാർട്ടിൻ്റെ വാൽവിനൊക്കെ ബ്ലോക്കുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാകും. താങ്ക് യു ലോർഡ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. അതുപോലെ നട്ടലിൽ പ്രയാസങ്ങളുള്ള ചില വ്യക്തികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. അലർജികൾ മാറിപ്പോകട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം എന്താണെങ്കിലും, ഭാരപ്പെടുത്തുന്ന വിഷയം എന്താണെങ്കിലും, ഈ സ്ക്രീനിലേക്ക് കൈനീട്ടി ഉള്ളിൽ വിശ്വസിച്ച്, ഒരു കുഞ്ഞിനെ പോലെ വിശ്വസിച്ച് സ്വീകരിക്കുക. കർത്താവ് യേശുവിൻ്റെ നാമത്തിൽ ആ വിടുതലുകൾ ഓരോരുത്തരിലും കർത്താവ് നീ പകരുന്നതിനാൽ നന്ദി പറയും. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. ഇന്നത്തെ പ്രോഗ്രാം കണ്ടതിന് എല്ലാവർക്കും, പ്രത്യേകിച്ച്
നന്ദി പറയുന്നു. ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെല്ലാം പറഞ്ഞതുപോലെ രാവിലെ മുതൽ വൈകിട്ട് വരെ പല സെഷനുകളിലായി ഇറ്റ് വാസ് എൻ എക്സ്റ്റെൻസീവ് ടീച്ചിങ് സെഷൻ. പക്ഷേ നമുക്ക് ബ്ലെസ്സിങ് ടുഡേയിലെ ടൈം വളരെ ലിമിറ്റഡ് ആയതുകൊണ്ട് എല്ലാ സന്ദേശങ്ങളും പൂർണ്ണ രൂപത്തിൽ ടെലികാസ്റ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നില്ല. പക്ഷേ ഒരാഗ്രഹമുള്ളത് എല്ലാ വീടുകളിലും, നിങ്ങൾ വിവാഹിതരാണെങ്കിൽ എല്ലാ വീടുകളിലും ഹാപ്പി ഹോംസ് ഫാമിലി കോൺഫറൻസിൻ്റെ DVD ഉണ്ടായിരിക്കണം. പല പ്രാവശ്യം അത് ഒരുമിച്ചിരുന്നോ അല്ലാതെയോ കണ്ട് ആ ദൈവവചനം നമ്മളെ കൂടുതൽ നമ്മളെ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തീർച്ചയായും അത് കരസ്ഥമാക്കണം. ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ ഈ വെള്ളിയാഴ്ച പോണ്ടിച്ചേരിയിലും ശനിയാഴ്ച അതുപോലെ തന്നെ ഇന്നലെ കേട്ടതുപോലെ ബാംഗ്ലൂർ വെച്ചിട്ടാണ് ബ്ലെസ്സിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നത്. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അങ്ങോട്ടേക്ക് ക്ഷണിക്കുകയാണ്. ഞങ്ങൾ അവിടെ ഉണ്ടാകും, ഞങ്ങൾ രണ്ടുപേരും ഉണ്ടാകും. അതുകൊണ്ട് പ്രശ്നങ്ങളുള്ളവർ, അതുപോലെ രോഗികളായിട്ടുള്ളവർ, അത്ഭുതം പ്രതീക്ഷിച്ചുകൊണ്ട് കടന്നു വരുവാനായിട്ട് നിങ്ങൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അവർ വരട്ടെ, പ്രാർത്ഥിക്കട്ടെ. ദൈവം ഒരു അത്ഭുതം അവർക്ക് വേണ്ടി ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. നാളത്തെ പ്രോഗ്രാം കാണാൻ മറക്കരുത്. ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് ഇതുവരെ കേട്ടിട്ടില്ലാത്ത ഒരാളോടെങ്കിലും ബ്ലെസ്സിങ് ടുഡേയെക്കുറിച്ച് പറയുക. നാളെ നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.